In the first picture below, an equilateral triangle is drawn with vertices on a circle and two of its vertices are joined to a point on the circle. In the second picture, a square is drawn with vertices on a circle and two of its vertices are joined to a point on the circle. In each picture, calculate the angles marked. അതായത് താഴെ ഫിഗറിൽ രണ്ട് സർക്കിൾസ് കൊടുത്തിട്ടുണ്ട്. ഒരു സർക്കിളിനകത്ത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ എൻഡ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള ആംഗിൾ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഫിഗറിൽ സർക്കിളിനകത്ത് ഒരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ എൻഡ്സിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളും കണ്ടുപിടിക്കണം. ഫസ്റ്റ് പിക്ചറിലുള്ളത് ABCD എന്ന് നെയിം ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പിക്ചറിൽ PQRS എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പിക്ചർ നോക്കാം. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ ആംഗിൾ A എന്തായിരിക്കും? ആംഗിൾ A 60 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് തന്നിട്ടില്ല. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിലെ ആംഗിൾസ് എന്താണ്? 60 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ ആംഗിൾ D എന്താണ്? ആംഗിൾ A പ്ലസ് ആംഗിൾ D എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണല്ലോ. ആംഗിൾ A പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്? ABDC എന്ന് പറയുന്ന ഒരു സൈക്ലിക് കോർഡിലാറ്ററലാണ്. സൈക്ലിക് കോർഡിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും? 180 ഡിഗ്രിയാണ്. ABDC സൈക്ലിക് കോർഡിലാറ്ററൽ ആവാൻ കാരണം എന്താണ്? Aയും Bയും Cയും Dയും ഒക്കെ എന്താണ്? ഒരേ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് അവ സൈക്ലിക് കോർഡിലാറ്ററലാണ് അല്ലേ? ഓക്കെ, അതുകൊണ്ടാണ് ആംഗിൾ A പ്ലസ് ആംഗിൾ D 180 ഡിഗ്രി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ആംഗിൾ A 60 ഡിഗ്രി അല്ലേ? അപ്പോൾ 60 ഡിഗ്രി പ്ലസ് ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ D കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 60 ഡിഗ്രി ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 60 ഡിഗ്രിയെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 60 ഡിഗ്രി ആകും. സോ ആംഗിൾ D ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി. ദാറ്റ് ഈസ് 120 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫിഗറിലെ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇനി സെക്കൻഡ് പിക്ചർ നോക്കാം. സെക്കൻഡ് പിക്ചറിൽ ഈ Q എന്ന ആംഗിൾ എത്രയാണ്? Q എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? കാരണം എന്താ? സ്ക്വയറിലെ ആംഗിളാണ്. ആംഗിൾ Q ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താ? ആംഗിൾ ഓഫ് സ്ക്വയർ. അപ്പോൾ ഈ SQ ജോയിൻ ചെയ്യുകയാണെങ്കിൽ SQ എന്ന് പറയുന്ന ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ ആണല്ലോ. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? 90 ഡിഗ്രിയുടെ ഹാഫ് ആയിരിക്കും. ഇവിടെയും 90 ഡിഗ്രിയുടെ ഹാഫ്. അതായത് ഈ ഡയഗണൽ എന്ത് ചെയ്യും? കോർണറിലെ ആംഗിൾസിനെ ബൈസെക്റ്റ് ചെയ്യും സ്ക്വയറിൽ. ഓക്കെ, അപ്പോൾ 90 ഡിഗ്രിയുടെ ഹാഫ് എത്രയാണ്? 90 ഡിഗ്രി പോയിട്ട് 45 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ SQR ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. ഓക്കെ, നമുക്കിപ്പോൾ ഈ ആംഗിളിൻ്റെ ആവശ്യമുള്ളൂ. ആംഗിൾ SQR. ആംഗിൾ SQR എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയാണ്. കാരണം എന്താ? ക്യൂവിനെ SQ എന്ന ഡയഗണൽ ബൈസെക്റ്റ് ചെയ്യും. അതുകൊണ്ട് ആംഗിൾ SQR എന്താണ്? 45 ഡിഗ്രി. SQR ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി ബൈ 2, അതായത് 45 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഡയഗണൽ SQ ബൈസെക്റ്റ് ആംഗിൾ Q. ഓക്കെ, ആംഗിൾ Q 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ SQR 90 ഡിഗ്രി ആണെങ്കിൽ ഈ കോർഡിലാറ്ററൽ നോക്കൂ. കോർഡിലാറ്ററൽ SQRT. ഈ കോർഡിലാറ്ററൽ സൈക്ലിക് കോർഡിലാറ്ററൽ ആണല്ലോ. കാരണം എന്താ? എസും ക്യൂവും ആറും ടിയും ഒക്കെ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് SQRT എന്താണ്? ഒരു സൈക്ലിക് കോർഡിലാറ്ററൽ ആണ്. ഓക്കെ, അപ്പോൾ സൈക്ലിക് കോർഡിലാറ്ററിലെ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണല്ലോ. സോ ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എന്താണ്? 180 ഡിഗ്രിയാണ് വേണ്ടത്. സോ ആംഗിൾ SQR പ്ലസ് ആംഗിൾ T ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് കോർഡിലാറ്ററൽ ഈസ് 180 ഡിഗ്രി. SQR 45 ഡിഗ്രി അല്ലേ? സോ 45 ഡിഗ്രി പ്ലസ് ആംഗിൾ T ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ T കാണാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 45 ഡിഗ്രിയെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 45 ഡിഗ്രിയെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 45 ഡിഗ്രി ആവും. സോ ആംഗിൾ T ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി.
ദാറ്റ് ഈസ് 135 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 135 ഡിഗ്രി. In the picture below, two circles intersect at P and Q. Lines through these points meet the circle at A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. അതായത് താഴെ ഫിഗറിൽ രണ്ട് സർക്കിൾസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് പിയും ക്യൂവും. അതിലൂടെ രണ്ട് ലൈൻസ് വരയ്ക്കുമ്പോൾ എയിലും ബിയിലും സിയിലും ഡിയിലും ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അത് സർക്കിളിലെ പോയിന്റ്സ് ആണ്. എ സിയും ബി ഡിയും പാരലൽ അല്ല എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ ഈ കോഡിലാറ്ററൽ എ ബി ഡി സി ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പി ക്യു ജോയിൻ ചെയ്യാം. കോഡിലാറ്ററൽ എ ബി ക്യു പി ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണല്ലേ? കാരണം എന്താണ്? എയും ബിയും ക്യൂവും പിയും ഒക്കെ എന്താണ്? ഒരേ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് അതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. ഓക്കെ, നമുക്ക് ആംഗിൾ എ എക്സ് എന്ന് എടുക്കാം. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പി ക്യു ബി ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? കാരണം എന്താണ്? നമുക്കറിയാം സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് കോഡിലാറ്ററൽ എന്താണ്? 180 ഡിഗ്രിയാണ്. സോ ആംഗിൾ എ പ്ലസ് ആംഗിൾ പി ക്യു ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ എക്സ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് ആംഗിൾ പി ക്യു ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ പി ക്യു ബി കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ എക്സിനെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ആകും. സോ ആംഗിൾ പി ക്യു ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എക്സ്. ഓക്കെ, ഈ ആംഗിൾ 180 ഡിഗ്രി മൈനസ് എക്സ് ആണ്. ഈ ഫിഗർ നോക്കൂ. ആംഗിൾ പി ക്യു ബിയും ആംഗിൾ പി ക്യു ഡിയും എന്താണ്? ലീനിയർ പെയർസ് ആണ് അല്ലേ? നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് ലീനിയർ പെയർ 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ പി ക്യു ഡി പ്ലസ് ആംഗിൾ പി ക്യു ബി എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ദാറ്റ് ഈസ് ആംഗിൾ പി ക്യു ഡി പ്ലസ് ആംഗിൾ പി ക്യു ബി എത്ര നമുക്ക് കിട്ടിയത്? 180 ഡിഗ്രി മൈനസ് എക്സ് ആണ് അല്ലേ? ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ പി ക്യു ഡി കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 180 ഡിഗ്രിയെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 180 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 180 ഡിഗ്രി ആവും. മൈനസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എക്സ് ആകും. സോ ആംഗിൾ പി ക്യു ഡി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി പ്ലസ് എക്സ്. വൺ എയ്റ്റി ഡിഗ്രി മൈനസ് 180 ഡിഗ്രി 0 ആണ് അല്ലേ? ബാക്കിയുള്ള എന്താ? പ്ലസ് എക്സ് ആണ്. അപ്പോൾ ആംഗിൾ പി ക്യു ഡി നമുക്ക് എന്ത് കിട്ടി? എക്സ് ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കോഡിലാറ്ററൽ നോക്കാം. അതേതാണ്? കോഡിലാറ്ററൽ പി സി ഡി ക്യു. കോഡിലാറ്ററൽ പി സി ഡി ക്യു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. കാരണം എന്താണ്? അതിൻ്റെ വെർട്ടിസസ് ആണ് പിയും സിയും ഡിയും ക്യൂ ഒക്കെ ഈ ഗ്രീൻ സർക്കിളിലെ ഒരേ സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് കോഡിലാറ്ററൽ പി സി ഡി ക്യു ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. നമുക്കറിയാം സൈക്ലിക് കോഡിലാറ്ററലിൻ്റെ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? സോ ആംഗിൾ പി ക്യു ഡി പ്ലസ് ആംഗിൾ സി ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? സോ ആംഗിൾ പി ക്യു ഡി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ക്യു ഡി നമ്മൾ കണ്ടല്ലോ എക്സ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ സി കാണും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ എക്സിനെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ആകും. സോ ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എക്സ്. അപ്പോൾ ആംഗിൾ സി നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി മൈനസ് എക്സ്. ആംഗിൾ എ എക്സും ആംഗിൾ സി 180 ഡിഗ്രി മൈനസ് എക്സ് എന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ ആംഗിൾ എ പ്ലസ് സി എന്താണ്? ആംഗിൾ എ
പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ എ എക്സ് ആണ്, പ്ലസ് ആംഗിൾ സി 180 ഡിഗ്രി മൈനസ് എക്സ്, ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് 0 ആണ്, ബാക്കിയുള്ള എന്താണ്? 180 ഡിഗ്രി ആണ് അല്ലേ? സോ ആംഗിൾ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ സിയും 180 ഡിഗ്രി ആണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നോക്കൂ, ഈ രണ്ട് ആംഗിൾസും കോ ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലേ? നോക്കൂ, ആംഗിൾ എയും ആംഗിൾ സിയും, ഈ എ ബി എന്ന ലൈനും സി ഡി എന്ന ലൈനും, ഈ രണ്ട് ലൈൻസിനെ ഈ എ സി എന്ന ലൈന് കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ സിയും അല്ലേ? അപ്പോൾ ഇവയുടെ സമ്മ് 180 ആണ്. ആംഗിൾ എയുടെയും ആംഗിൾ സിയുടെയും 180 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? എ ബിയും സി ഡിയും പാരലൽ ആണെന്നാണ് അർത്ഥം അല്ലേ? രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മാണ് 180 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവയുടെ സമ്മ് 180 ഡിഗ്രി ആയതുകൊണ്ട് അതിനർത്ഥം എന്താണ്? എ ബിയും സി ഡിയും എന്താണ്? പാരലൽ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ എ ആൻഡ് ആംഗിൾ സി ആർ co-interior angles formed when line AB and CD are cut by line AC. Since angle A plus angle C is equal to 180 degree, AB and CD are parallel. ഓക്കെ, അപ്പോൾ എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അതിനർത്ഥം എന്താണ്? ഈ വലിയ കോഡിലാറ്ററൽ ഇല്ലേ, കോഡിലാറ്ററൽ എ ബി ഡി സി, ഈ വലിയ കോഡിലാറ്ററൽ എന്താണ്? ഒരു ട്രപ്പീസിയാണ്. കാരണം അതിൻ്റെ രണ്ട് സൈഡ്സാണ് എ ബിയും സി ഡിയും അല്ലേ? എ ബി എന്ന സൈഡും സി ഡി എന്ന സൈഡും എന്താ? പാരലൽ ആണ്. അതുകൊണ്ട് എ ബി ഡി സി എന്താണ്? ഒരു ട്രപ്പീസിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ട്രപ്പീസിയം മീൻസ് സൈക്ലിക് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഐസോസ്ലെസ് അല്ലേ? ഒരു ഐസോസ്ലെസ് ട്രപ്പീസിയം മാത്രമേ സൈക്ലിക് ആവുള്ളൂ. നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം ഒരിക്കലും സൈക്ലിക് ആവില്ല അല്ലേ? അല്ലേ? നോൺ ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് പാരലൽ ആയിട്ടുള്ള. അപ്പോൾ ഈ ഫിഗറിൽ എന്താണ്? ഈ രണ്ട് സൈഡ്സ് പാരലൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ പാരലൽ അല്ലാത്ത സൈഡ്സ് ഇല്ലേ, ഈ രണ്ട് സൈഡ്സ് എന്താവണം? ഈക്വൽ ആവണം. അങ്ങനെയുള്ള ട്രപ്പീസിയത്തിനെയാണ് ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറയുന്നത് അല്ലേ? പാരലൽ അല്ലാത്ത സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അത് ഐസോസ്ലെസ് ട്രപ്പീസിയാണ്. അങ്ങനെയുള്ള ട്രപ്പീസിയാണ് സൈക്ലിക് ആവുകയുള്ളൂ. അല്ലാത്ത ട്രപ്പീസിയം, ഈ രണ്ട് സൈഡ്സും ഈക്വൽ അല്ലാത്ത ട്രപ്പീസിയം എന്താണ്? സൈക്ലിക് ആവുകയില്ല. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് മുമ്പുള്ള ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, അപ്പോൾ ഈ ട്രപ്പീസിയം സൈക്ലിക് ആവണമെങ്കിൽ, എ ബി ഡി സി സൈക്ലിക് ആവണമെങ്കിൽ എന്താവണം? എ ബി ഡി സി എന്താണ്? ഐസോസ്ലെസ് ട്രപ്പീസിയം ആവണം. ഐസോസ്ലെസ് ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ പാരലൽ അല്ലാത്ത സൈഡ് ഏതാണ്? എ ബിയും സി ഡിയും ആണ് പാരലൽ അല്ലേ? എ ബിയും സി ഡിയും പാരലൽ സൈഡ്സ് ആണ്. പാരലൽ അല്ലാത്ത സൈഡ് എ സിയും ബി ഡിയും ആണ് അല്ലേ? എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ ഇതെന്താവുള്ളൂ? ഐസോസ്ലെസ് ട്രപ്പീസി ആവുകയുള്ളൂ. എന്നാലേ എന്താവുള്ളൂ? ഇത് സൈക്ലിക് ആവുകയുള്ളൂ. ഓക്കെ, എ ബി ഡി സി ഈസ് ഐസോസ്ലെസ് ട്രപ്പീസിയം. ഐസോസ്ലെസ് ട്രപ്പീസിയം ആണ് ഓൺലി വെൻ എന്താവണം? നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആവണം അല്ലേ? അതായത് നോൺ പാരലൽ സൈഡ്സ് ഏതൊക്കെയാണ്? എ സിയും ബി ഡിയും അല്ലേ? അപ്പോൾ എ സി ഈക്വൽ ടു ബി ഡി. ഓക്കെ, സോ എ ബി ഡി സി ഈസ് സൈക്ലിക് ഓൺലി വെൻ എ സി ഈസ് ഈക്വൽ ടു ബി ഡി. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എന്ത് പ്രൂവ് ചെയ്തു? എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ എ ബി ഡി സി എന്താണ്? സൈക്ലിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. In the picture, the circles on the left and right intersect the middle circle at P, Q, R, S. Lines joining this meet
The left and right circles at A, B, C, D prove that ABDC is a cyclic quadrilateral. അതായത് 3 സർക്കിൾസ് ഫിഗറിൽ തന്ന പോലെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിലെ പോയിന്റ്സ് ആണ് എ ബി സി ഡി പി ക്യു ആർ എസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ എ ബി ഡി സി എന്താണ്? ഒരു സൈക്ലിക് കോഡിലാറ്ററൽ. അത് ഈ വലിയ കോഡിലാറ്ററൽ ഇല്ലേ, അത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് ആംഗിൾ എ എക്സ് എന്ന് എടുക്കാം. പി ക്യൂവും ആർ എസും ജോയിൻ ചെയ്യാം. ആംഗിൾ എയും ആംഗിൾ പി ക്യു ബിയും ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും അല്ലേ? ആംഗിൾ എ പ്ലസ് ആംഗിൾ പി ക്യു ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്? എ ബി ക്യു പി എന്ന സൈക്ലിക് കോഡിലാറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ പി ക്യു ബിയും. അപ്പോൾ അവയുടെ സംബന്ധം 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് കോഡിലാറ്ററൽ എ ബി ക്യു പി. ഓക്കെ, ആംഗിൾ എ എക്സ് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് ആംഗിൾ പി ക്യു ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ പി ക്യു ബി കാണാം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സിനെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ആവും. സോ ആംഗിൾ പി ക്യു ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എക്സ്. ഓക്കെ, ഈ ആംഗിൾ 180 ഡിഗ്രി മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി ആംഗിൾ പി ക്യു ബിയും ആംഗിൾ പി ക്യു എസും നോക്കൂ. ഈ രണ്ട് ആംഗിളും എന്താ? ലീനിയർ പെയർസ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ ആംഗിൾ പി ക്യു ബി പ്ലസ് ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാം. ആംഗിൾ പി ക്യു ബി നമ്മൾ കണ്ടു 180 ഡിഗ്രി മൈനസ് എക്സ് ആണ്, പ്ലസ് ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ പി ക്യു എസ് കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 180 ഡിഗ്രിയെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് 180 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 180 ഡിഗ്രി ആവും. പിന്നെ എക്സിന് ഇവിടെ മൈനസ് ചെയ്തേക്കുവാണ്. അപ്പോൾ മൈനസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എക്സ് ആവും. സോ ആംഗിൾ പി ക്യു എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി പ്ലസ് എക്സ്. ദാറ്റ് ഈസ് 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി 0 ആണ്. അപ്പോൾ ബാക്കിയുള്ള എക്സ് ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ പി ക്യു എസ് നമുക്ക് എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ആംഗിൾ പി ക്യു എസും ഈ ആംഗിളും ആംഗിൾ പി ആർ എസും എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സൈക്ലിക് കോർഡിനാറ്റൽ പി ക്യു എസ് ആറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ അവയുടെ സം എന്താണ്? 180 ഡിഗ്രി അല്ലേ? സോ ആംഗിൾ പി ക്യു എസ് പ്ലസ് ആംഗിൾ പി ആർ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ പി ക്യു എസ് നമ്മൾ എക്സ് എന്ന് കണ്ടു. അപ്പോൾ എക്സ് പ്ലസ് ആംഗിൾ പി ആർ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് ആംഗിൾ പി ആർ എസ് കാണാമല്ലോ. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സിനെ ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ പ്ലസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ആവും. സോ ആംഗിൾ പി ആർ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എക്സ്. പി ആർ എസ് എന്ന് 180 ഡിഗ്രി മൈനസ് എക്സ് ആണ്. ഓക്കെ, ഇനി ആംഗിൾ പി ആർ എസും ആംഗിൾ സി ആർ എസും എന്താണ്? ലീനിയർ പെയർസ് ആണല്ലേ? അപ്പോൾ അവയുടെ സം എന്താണ്? 180 ഡിഗ്രി ആണല്ലോ. സോ നമുക്ക് എഴുതാം ആംഗിൾ പി ആർ എസ് പ്ലസ് ആംഗിൾ സി ആർ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ആർ എസ് 180 ഡിഗ്രി മൈനസ് എക്സ് ആണെന്ന് കണ്ടല്ലോ. അപ്പോൾ 180 ഡിഗ്രി മൈനസ് എക്സ് പ്ലസ് ആംഗിൾ സി ആർ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ സി ആർ എസ് കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 180 ഡിഗ്രി ആഡ് ചെയ്തേക്കുവാണ്. അപ്പോൾ പ്ലസ് 180 ഡിഗ്രിയെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 180 ഡിഗ്രി ആവും. പിന്നെ എക്സിനെ ഇവിടെ മൈനസ് ചെയ്തേക്കുവാണ് അല്ലേ? അപ്പം മൈനസ് എക്സിനെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് എക്സ് ആവും. സോ ആംഗിൾ സി ആർ എസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി പ്ലസ് എക്സ്. അപ്പോൾ 180 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി 0 ആണ്. ബാക്കിയുള്ള എക്സ് ആണല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ സി ആർ എസ് എന്ത് കിട്ടി? എക്സ് എന്ന് കിട്ടി. ആർ എസ് ടി സി ചെറിയ സൈക്ലിക് കോർഡിലാറ്ററലാണ്. കാരണം എന്താണ്? ഈ കോർഡിലാറ്ററിൻ്റെ ആറും എസും ഡിയും സിയും ഒക്കെ വെർട്ടിസസ് ആണ്. അതൊക്കെ ഒരു സർക്കിളിലെ പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഇതൊരു സൈക്ലിക് കോർഡിലാറ്ററാണ്. സൈക്ലിക് കോർഡിലാറ്റർ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണ് അല്ലേ? അപ്പോൾ ആംഗിൾ സി ആർ എസ് പ്ലസ് ആംഗിൾ ഡി, ഈ രണ്ട് ആംഗിൾസിൻ്റെ സം എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ആംഗിൾ സി ആർ എസ് പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്? സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് സൈക്ലിക് കോർഡിലാറ്ററൽ
RSDC. ആംഗിൾ CRS x ആണെന്ന് കണ്ട് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് ആംഗിൾ ഡി ഈസിക്കൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഡി കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ എക്സിനെ ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് എക്സിനെ ഇക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ആകും. സോ ആംഗിൾ ഡി ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് എക്സ്. അപ്പോൾ ആംഗിൾ ഡി നമുക്ക് എന്ത് കിട്ടി? 180 ഡിഗ്രി മൈനസ് എക്സ് എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ വലിയ ക്വാഡ്രിലാറ്ററൽ ABDC എന്താണ്? സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? സൈക്ലിക് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ഡിയും അല്ലേ? അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? 180 ഡിഗ്രി കിട്ടുമെന്ന് നോക്കാം. ആംഗിൾ A പ്ലസ് ആംഗിൾ ഡി എത്രയാണ്? ആംഗിൾ A എക്സ് ആണ്, പ്ലസ് ആംഗിൾ ഡി 180 മൈനസ് എക്സും. അപ്പോൾ എക്സ് മൈനസ് എക്സ് 0, ബാക്കിയുള്ള 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ A പ്ലസ് ആംഗിൾ ഡി എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. ഓക്കെ, ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മറ്റ് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമം കൂടി 180 ഡിഗ്രി ആണെന്ന് കാണാം. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ സം ഓഫ് ആംഗിൾസ് 360 ഡിഗ്രി ആണ് അല്ലേ? ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 360 ഡിഗ്രിയാണ്. ഇതിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D. ഇതാണ് ABDCയിലെ ആംഗിൾസ്. ഇവയുടെ സം എന്താണ്? 360 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കണ്ടു ആംഗിൾ A പ്ലസ് D എന്താണ്? ഓൾറെഡി എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ A പ്ലസ് ആംഗിൾ D 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിന് പകരം 180 ഡിഗ്രി എന്ന് കൊടുക്കാം. പ്ലസ് ബാക്കിയുള്ള എന്താ? ആംഗിൾ B പ്ലസ് ആംഗിൾ C ഇസിക്കൽ ടു 360 ഡിഗ്രി. അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ B പ്ലസ് ആംഗിൾ C കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 180 ഡിഗ്രി ആഡ് ചെയ്തേക്കുമല്ലേ, അപ്പോൾ പ്ലസ് 180 ഡിഗ്രിയെ ഇക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 180 ഡിഗ്രി ആവും. സോ ആംഗിൾ B പ്ലസ് ആംഗിൾ C ഇസിക്കൽ ടു 360 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി. 360 ഡിഗ്രി മൈനസ് 180 ഡിഗ്രി എന്താണ്? 180 ഡിഗ്രി തന്നെയാണ് അല്ലേ? അപ്പോൾ ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്ത് കിട്ടി? 180 ഡിഗ്രി കിട്ടി. ഇതിന് 2 ഒന്നും കൊടുക്കാം അല്ലേ? അപ്പോൾ ഇക്വേഷൻ 1 കണ്ടു ആംഗിൾ A പ്ലസ് ആംഗിൾ D 180 ഡിഗ്രിയാണ്. ഇക്വേഷൻ 2 കണ്ടു ആംഗിൾ B പ്ലസ് ആംഗിൾ C 180 ഡിഗ്രിയാണ് അല്ലേ? അതായത് ഈ ABDCയുടെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മാണ് ആംഗിൾ Aയും ആംഗിൾ Dയും. അവയുടെ സമ്മ് 180 ഡിഗ്രിയാണെന്ന് കിട്ടി. അതേപോലെ ആംഗിൾ B പ്ലസ് C അതും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അവയുടെ സമ്മും 180 ഡിഗ്രി കിട്ടി. So from 1 and 2 we have quadrilateral ABDC is cyclic.